കണ്ണൂരുകാരുടെ സ്വന്തം വിഭവമായ മുട്ടമാലയും മുട്ടസുർക്കയാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല മധുരമുള്ള ഈ വിഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇതിൻ്റെ പേര് പോലെ തന്നെ കംപ്ലീറ്റ് മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഈ മുട്ടയുടെ എല്ലാം മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ചിട്ട് എടുക്കണം. അപ്പോൾ മഞ്ഞയും വെള്ളയും വേർതിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുട്ടയുടെ ഈ വൈറ്റ് കളർ പാർട്ടില്ലേ അതിൽ മഞ്ഞ കളർ ഒട്ടും മിക്സ് ആവാതെ വേണം നമ്മളിത് വേർതിരിച്ചെടുക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞ കയ്യിൽ വെച്ചിട്ട് വേർതിരിക്കായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മിക്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ശ്രദ്ധിച്ച് മുട്ടയുടെ മഞ്ഞയും വെള്ളയും 2 ബൗളുകളിലാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഈ 10 മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യെല്ലോ കളറിനെ ജസ്റ്റ് ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഫോർക്കോ സ്പൂണോ എന്ത് വെച്ച് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ചെറിയ ബോട്ടിലെടുക്കാം. നമ്മുടെ വാട്ടർ ബോട്ടിലേക്കല്ലേ ചെറുത് മിനറൽ വാട്ടറിൻ്റെ, അതെടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ അടുപ്പിൽ ഇതുപോലുള്ളൊരു 3 ഹോൾസ് ഇട്ട് കൊടുക്കണം. 3ഓ 4ഓ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ വാട്ടർ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബോട്ടിലിൻ്റെ അടുപ്പിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ അടുത്തടുത്തായിട്ട് ഇടരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ യെല്ലോനെ നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്, ഇത്രയേ ഉള്ളതും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിനെ ഒന്ന് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമ്മുടെ മുട്ടയുടെ വൈറ്റ് കളറാണിത്, ഇതിലേക്ക് നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിലരിതിൽ പഞ്ചസാര ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഞാൻ പഞ്ചസാര ചേർക്കുന്നത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 10 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. ഇത്ര വലിപ്പമേ ഉള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിനി ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഒരു വൈറ്റ് പാർട്ടിന് നന്നായിട്ട് ആ മുട്ടയുടെ ഒരു ചുവ ഉണ്ടാവും. അപ്പോൾ അത് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വാനില എസൻസ് ചേർത്താൽ അത് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1/4 ഗ്ലാസ്സോളം പാലാണ് എടുത്തിട്ടുള്ളത്. 1/4 ഗ്ലാസ്സിലും കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ പാലിലേക്ക് കുറച്ച് പാൽപ്പൊടി കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4 ടീസ്പൂണോളം പാൽപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പാൽപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പാൽപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മുട്ടയിലേക്ക് ഒഴിക്കുക ചെയ്യാം, മുട്ടേൻ്റെ വൈറ്റിലേക്ക്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് തിക്കാവാനും അതേപോലെ നല്ലൊരു വൈറ്റ് കളറായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതാ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഈ പാലും പാൽപ്പൊടിയും കൂടെ. ഇനി നമുക്ക് ഈ മുട്ടയുടെ വൈറ്റിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും, അല്ലാത്തവർക്ക് ചിലപ്പോൾ കുറച്ചൊരു മുട്ടയുടെ കുത്തൽ തോന്നും കേട്ടോ ഈ വൈറ്റ് കളറിന്. ഇനി ഞാൻ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ താഴെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കും. ഈ വൈറ്റ് ഭാഗം നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നെയ്യ് തടവി കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിനെ സ്റ്റീം ചെയ്യണം. അപ്പോൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെന്ന്. എന്നിട്ട് നമുക്കിതിന് സ്റ്റീമറിൽ വെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ വേണ്ടി വരും കേട്ടോ ഇതൊന്ന് റെഡി ആവാൻ. അപ്പോൾ നമ്മുടെ മുട്ടസുർക്ക റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിനി മുട്ടമാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാരയും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് മിക്സായിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈനി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയ ശേഷം നമുക്ക് മുട്ടമാല ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സൈഡിലൂടെ ഇതുപോലെ ഇങ്ങനെ പതുക്കെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും, കാരണം തിന്നായിട്ടല്ലേ ഇതിലേക്ക് ചാടുന്നത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുക്കാവും. ജസ്റ്റ് 1 മിനിറ്റോ 2 മിനിറ്റൊക്കെ തന്നെ മതിയാവും. അപ്പോൾ കുക്കാവുന്നതിനനുസരിച്ച് നമുക്ക് അതിങ്ങനെ സൈഡിലേക്ക് പോകും. അപ്പോൾ ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ സെൻറ്ററിലേക്ക് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് പെട്ടെന്ന് ഇപ്പോൾ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം.
എല്ലാത്തിനും ഇതുപോലെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതങ്ങ് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കോരിയെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഈ പഞ്ചസാര ലായനിയിലേക്ക് എടുക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല ശരിക്കും നൂല് പോലെ കിടക്കുന്നത്. എന്നാൽ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കഴിയുമ്പോൾ നമുക്കത് ശരിക്കും മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ സൈഡിലേക്ക് വിട്ടുപോകും. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തത് ഒഴിക്കുന്നത് ഒന്നിന് മുകളിലൂടെ ഒഴിക്കരുത്, ആ ഗ്യാപ്പുണ്ട് ബ്ലാങ്കായി കിടക്കുന്ന ഭാഗത്ത് വേണം നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇതും കുക്കായി വരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ വേറെ വേറെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുക്കായതിന് ശേഷം ഇതിനെ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇതിൽ കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നൂല് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഏതെങ്കിലുമൊക്കെ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 മിനിറ്റ് ആയിട്ടുണ്ട്, ഇതും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര ലായനിയിലിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഈ ഒരു മുട്ടമാലയ്ക്ക്. ആ മുട്ടസുർക്കയ്ക്ക് നമ്മൾ മധുരം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിനെന്തായാലും നല്ല മധുരം ഉണ്ടാവും. ഇതിന് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ചൂട് കുറച്ചൊന്ന് കുറയുമ്പോൾ ഒന്ന് വിട്ട് വിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടി പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഞാനത് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് മുട്ടമാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല നൂല് പരുവത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടി പിടിക്കൊന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മുട്ടമാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആവാറായിട്ടുണ്ട്. നമ്മളവിടെ വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടസുർക്ക എന്തായി നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ അത് റെഡി ആയിട്ടുണ്ടാവും കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ ഇതിലൊന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായ ശേഷം നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നന്നായി ചൂടാറിയ ശേഷം വേണം നമ്മളിതിന് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെയൊക്കെ ഷേപ്പിലാണ് കിട്ടുക, പുഡിങ്ങിൻ്റെയൊക്കെ പോലെ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മുട്ടമാലയുടെ മുകളിൽ വെച്ചിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടമാലയും മുട്ടസുർക്കയും റെഡിയാക്കാൻ. നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാം. മധുരം ഇഷ്ടമുള്ളവർക്കും അതേപോലെ മുട്ട ഇഷ്ടമുള്ളവർക്കും എന്തായാലും ഇത് ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.